ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലെ ഒരു ഫംഗ്ഷന് പോയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അങ്കമാലി മാങ്ങാക്കറി എന്ന് കേൾക്കുന്നതും അത് കഴിക്കുന്നതും. അതിനുശേഷം വീട്ടിൽ വന്നിട്ട് 1-2 തവണ ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ നിങ്ങളെ കൂടി പരിചയപ്പെടുത്താൻ വിചാരിച്ചു. അതിനാവശ്യമുള്ള സാധനങ്ങൾ 2 മീഡിയം സൈസ് സവാള, ഇതുപോലത്തെ ഒരു മാങ്ങ, പച്ചമാങ്ങ, 2-3 പച്ചമുളക്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, 1-2 അല്ലി വെളുത്തുള്ളി. ഇനി സവാള തൊലിക്ക് കളഞ്ഞ് ഇതെല്ലാം ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം. വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചിയും ഞാൻ വളരെ ചെറിയ കഷ്ണങ്ങളാക്കി നീട്ടത്തിൽ അരിഞ്ഞെടുക്കുന്നു. സവാള സ്ലൈസായിട്ട് പരമാവധി കനം കുറച്ച് ഒരേ വലുപ്പത്തിൽ അരിഞ്ഞെടുക്കാൻ ശ്രമിക്കുക. പിന്നെ മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അതൊരു പാത്രത്തിലേക്ക് അതിനകത്തേക്ക് ഇത്തിരി ഉപ്പും ഇത്തിരി വിനാഗിരിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി നമ്മുടെ ഒരു ചട്ടിയിലേക്ക് സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കയ്യിൽ ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ പോയിട്ട് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്യുക. അതിനകത്തേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടി എന്ന കണക്കിലാണ് ഞാനിടുന്നത് കൂടെ ചേർത്ത് ഇത്രയും കൂടെ വെളിച്ചെണ്ണ കയ്യിൽ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇത് മുളകൊക്കെ കാരണം കയ്യിൽ എരിയാതിരിക്കാനാണ് അതുപോലെ വെളിച്ചെണ്ണ ചേർക്കുന്നത്. പിന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് നല്ലതുപോലെ ഇത് മിക്സ് എത്ര നേരം കൈകൊണ്ട് ഇങ്ങനെ തിരുമാൻ പറ്റും അത്രയും നേരം മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ആവശ്യമുള്ളത് തേങ്ങയുടെ പാലാണ്. 1-ാം പാലും 2-ാം പാലും സെപ്പറേറ്റ് എടുത്ത് വയ്ക്കണം. 2-ാം പാലിലാണ് ഈ സവാള മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം നമ്മൾ വേവിച്ചെടുക്കുന്നത്. 2-ാം തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അത് ഈ കളറിലായിട്ടുണ്ടാവും. അതൊന്ന് തിളപ്പിച്ചെടുക്കുക. 3-4 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് തിളച്ചിട്ട് വന്നിട്ടുണ്ടാവും. തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തൊലിക്ക് കളഞ്ഞ് വിനാഗിരിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് തിരുമ്മി വെച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കുക. ഇനി ഇതൊരു 2-3 മിനിറ്റും കൂടി വേവിക്കുമ്പോഴത്തേക്കും മാങ്ങ ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടും. മാങ്ങ വെന്ത് കിട്ടുന്ന തുടങ്ങുന്ന സമയത്ത് 1-ാമത്തെ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി കറിയൊന്നും ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യാനുസരണം എത്രയാണ് ചാറ് വേണ്ടിയെന്ന് വെച്ചാൽ അത്രയും തേങ്ങാപ്പാൽ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് താളിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റൽമുളകും പിന്നെ കറിവേപ്പിലയും കൂടിയിട്ടാണ് താളിക്കുന്നത്. ഇതിൽ കൊച്ചുള്ളിയും കൂടെ വേണം. എൻ്റെ കയ്യിൽ തീർന്നു പോയായിരുന്നു. അപ്പോൾ താളിച്ചും കൂടെ കഴിഞ്ഞപ്പം അങ്കമാലി മാങ്ങക്കറി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. അത്രയേ ഉള്ളൂ.